ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇൻട്രാഡേ ലെവൽസിൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ വരും ദിവസങ്ങളിലേക്ക് നമ്മുടെ ലെവൽസിന് എന്തൊക്കെ ചേഞ്ചസ് വരുത്താനുണ്ടെന്നുള്ളതൊക്കെയാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. സോ എങ്ങനെയുണ്ടായിരുന്നു മാർക്കറ്റ്? വളരെ അടിപൊളിയായിട്ടുള്ള ട്രേഡ് സെറ്റപ്പുകൾ ഇന്നും നമുക്ക് നമ്മുടെ ലെവൽസ് വെച്ചിട്ടുണ്ടായിരുന്നു, ഇന്നലെയും ഉണ്ടായിരുന്നു. സോ അതിലേക്കൊക്കെ വരാം. അതിന് മുന്നോടിയായിട്ട് നമുക്കിന്ന് RBI മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലേ. സോ നമ്മുടെ റിപ്പോ റേറ്റിൽ ഒരു ചേഞ്ച് വന്നിട്ടില്ല. പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്നിരുന്നാലും ഇത്രമാത്രം വലിയൊരു ഫാൾ മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്, അത് അറിയാൻ സാധിച്ചത് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നമ്മുടെ ബജറ്റ് ഡേയിൽ പറഞ്ഞ ഇൻഫ്ലേഷൻ ഡാറ്റയും അതുപോലെ ഇന്ന് RBI ഗവർണർ പറഞ്ഞിട്ടുള്ള ഇൻഫ്ലേഷൻ ഡാറ്റയും നമ്മളുടെ ഒരു മിസ്മാച്ചിൻ്റെ ഭാഗമായിട്ടുള്ള ആണ് എന്നുള്ളതാണ്. സോ എന്നിരുന്നാലും ന്യൂസസ് എങ്ങനെ വന്നു കഴിഞ്ഞാലും മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്താലും നമ്മുടെ സെറ്റപ്പ് പ്രകാരം നമ്മുടെ സെറ്റപ്പിൽ മാർക്കറ്റ് നല്ല രീതിയിൽ വർക്കായോ എന്നുള്ളത് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. സോ നമ്മുടെ സെറ്റപ്പ് പ്രകാരം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താലും മാർക്കറ്റിൽ ഇറങ്ങി പോവുക, അല്ലെങ്കിൽ നല്ല സെറ്റപ്പ് കിട്ടുന്ന സമയത്ത് എൻട്രി എടുക്കുക, പ്രോപ്പറായിട്ടുള്ള ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. സോ ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് അറിയേണ്ടതായിട്ടുള്ളൂ. മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ സെറ്റപ്പ് വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. സോ ആദ്യം തന്നെ ഞാൻ എൻ്റെ ട്രേഡുകളൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് എടുത്തിട്ടുള്ള ട്രേഡായിരുന്നു ഇത്. മാർക്കറ്റ് നല്ല രീതിയിൽ ഈ പോയിന്റിൽ കൺസോൾഡേറ്റ് ചെയ്ത് നമുക്കൊരു സപ്പോർട്ട് റേഞ്ചാണ്, ഒരു ടാർഗറ്റ് റേഞ്ചുമാണ്, അതൊരു സപ്പോർട്ട് റേഞ്ചാണ്. ഈ സപ്പോർട്ട് റേഞ്ച് ഒരുപാട് നേരം ഇവിടെ കൺസോൾഡേറ്റ് ചെയ്തു. രാവിലെ നമുക്ക് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് നമ്മുടെ ഇതൊരു ടാർഗറ്റ് ആയിരുന്നു, ആ ടാർഗറ്റ് ലെവൽ വരെ പോയിട്ടുണ്ട്. പ്രോപ്പറായിട്ട് ഒരു റീടെസ്റ്റ് അല്ല വന്നത്, പ്രോപ്പറായിട്ട് ഈ സോൺ ബ്രേക്ക് ചെയ്യാതെ വീണ്ടും ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് മാർക്കറ്റിൽ വന്നു. പിന്നെ കുറച്ച് നേരം മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്തു. പിന്നെ ഈ സോണിൽ നിന്നും ശക്തമായിട്ടുള്ളൊരു സെല്ലിംഗ് ആണ് വന്നിട്ടുള്ളത്. സോ അതിനുശേഷം നമ്മുടെ ഈ ഒരു സപ്പോർട്ട് റേഞ്ച് ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്തപ്പോഴാണ്, അതായത് ഓവറോൾ നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി. ഇന്ന് രാവിലെ കൺസോൾഡേറ്റ് ചെയ്തതിൻ്റെ താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത സമയത്ത് നെഗറ്റീവ് സെൻറ്റിമെൻ്റ് ആണ് മാർക്കറ്റിലെന്ന് മനസ്സിലായി. പോരാത്തതിന് നമ്മുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. സോ ഇവിടെ റീടെസ്റ്റ് വന്നപ്പോഴാണ് ഒരു പുട്ട് ഓപ്ഷൻ വാങ്ങിയിട്ടുള്ളത്. ടാർഗറ്റ് ഞാനൊരു സ്കാൽപ്പിംഗ് ആണ് ഉദ്ദേശിച്ചത്, അതായത് ഈ ഒരു ലെവലിൽ നിന്നും ഈ ഒരു ലെവലിലേക്കുള്ളൊരു മൂവ്മെൻ്റ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിൽ മുകളിലായിട്ട് നമ്മുടെ ഈ ലെവൽ ശക്തമായി ബ്രേക്ക് ചെയ്ത സമയത്ത് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഈ റേഞ്ച്, അതായത് മാർക്കറ്റ് തിരിച്ച് ഇതിൻ്റെ മുകളിലോട്ട് ഈ റേഞ്ച്, അതായത് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തല്ല, ഇനി റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. പിന്നീട് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതിൻ്റെ മുകളിൽ മാർക്കറ്റ് പോവുകയാണെങ്കിൽ മാത്രം എക്സിറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ട്രയൽ ചെയ്തു. എനിക്ക് ടാർഗറ്റ് പ്രോപ്പറായിട്ട് നമ്മുടെ അടുത്തൊരു ഫൈനൽ ടാർഗറ്റ് ലെവൽ വരെ, അതായത് ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. സോ ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല ഈ ഒരു മൂവ്മെൻറ്റ്, വളരെ നല്ല രീതിയിലൊരു പ്രീമിയം മൂവ്മെൻറ്റ് അതിൽ നിന്ന് കിട്ടി. സോ പിന്നീട് ഞാൻ ട്രേഡുകൾ നോക്കാം, കാരണം അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് അതിന് കിട്ടിയതുകൊണ്ട് തന്നെ പിന്നീട് ഒരു ട്രേഡ് ഞാൻ നോക്കിയിട്ടില്ല. പിന്നീട് നമുക്ക് നല്ലൊരു ട്രേഡ് ഉണ്ടായിരുന്നു. ആക്ച്വലി നമ്മുടെ സെറ്റപ്പ് പ്രകാരം, നമ്മൾ പറയുന്ന മൾട്ടിപ്പിൾ കൺഫർമേഷൻ സെറ്റപ്പ് പ്രകാരമുള്ള ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. ഇവിടെ നമുക്കറിയാം, അതായത് ഇവിടെ ഒരു ഫാൾ വീണ്ടും സംഭവിച്ചു, നമ്മുടെ ഈ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്ന് മാർക്കറ്റ് തിരിച്ച് കയറി നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ നടത്തുന്നു. പിന്നെ മാർക്കറ്റ് നമ്മുടെ ഈ റെസിസ്റ്റൻസ് ലെവലിൽ റിജക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ നമുക്കറിയാം. സോ ഈ ട്രെൻഡ് ലൈൻ ഫോർമേഷൻ അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള റിജക്ഷൻ ഞാൻ എപ്പോഴും എടുക്കുന്ന ഒരു ട്രേഡാണിത്. അപ്പോൾ ഇവിടുന്ന് ഈ ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പുട്ട് ഓപ്ഷൻ വാങ്ങാൻ പറ്റും. ടാർഗറ്റ് നമ്മുടെ ഫൈനൽ ടാർഗറ്റ് കൃത്യമായിട്ട് അച്ചീവ് ചെയ്തു. പക്ഷേ ഈ ഒരു ട്രേഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇതിൽ നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് കിട്ടി. സോ മാർക്കറ്റിൽ ഇനി കൂടുതൽ റിസ്ക് എടുക്കണ്ട എന്ന് കരുതിയിട്ടാണ് ആ ഒരു ട്രേഡ് ഞാൻ അവോയ്ഡ് ചെയ്തത്. നല്ലൊരു ട്രേഡ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് മാറി പിന്നീട് സെറ്റപ്പ് കിട്ടി കഴിഞ്ഞാലും അവോയ്ഡ് ചെയ്യുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. സോ ഇന്ന് ബാങ്ക് നിഫ്റ്റി എടുത്ത ട്രേഡ് ആയിരുന്നു. ഇന്നലത്തെ ദിവസം നിഫ്റ്റിയിലായിരുന്നു ട്രേഡ് എടുത്തത്. ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു സപ്പോർട്ട് റേഞ്ച്, ഈ ഒരു റെസിസ്റ്റൻസ് റേഞ്ച്, മാർക്കറ്റ് ഇതിൻ്റെ മുകളിൽ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ ഈ റേഞ്ചിൽ സപ്പോർട്ട് എടുക്കുന്നുണ്ട്, സപ്പോർട്ട് എടുത്ത് ചെറിയ രീതിയിൽ റിയാക്ഷൻ കാണിക്കുന്നുണ്ട്. പക്ഷേ ഒരു കൺഫർമേഷൻ ആയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ശക്തമായിട്ട് ഈ ലെവൽ ബ്രേക്ക് ചെയ്തു. വീണ്ടും നമ്മുടെ ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റ് നല്ല രീതിയിൽ കൺസോൾട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഒരു മൾട്ടിപ്പിൾ കൺഫർമേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അത് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് വീണ്ടും കൺസോൾട്ടേറ്റ് ചെയ്തു, നമ്മുടെ ഈ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തു. പിന്നീട് നമ്മുടെ ഈ ഒരു സപ്പോർട്ട് ലെവലിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്ത് തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം അതായത് നമുക്ക് ഒരു ട്രേഡ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഉണ്ടായിരുന്നു. ഒരു സ്കാൽപ്പിംഗ് ചെയ്യാൻ മാത്രമുള്ളൊരു സ്പേസ് ആക്ച്വലി ഇവിടെ ഉണ്ടായിരുന്നില്ല, വളരെ കൺജസ്റ്റഡ് ആയിരുന്നു. സോ ഇവിടെ നിന്ന് വീണ്ടും റിജക്റ്റ് ചെയ്ത് പിന്നെ വീണ്ടും ഇത് സപ്പോർട്ട് എടുക്കുന്നു. വീണ്ടും ഇത് ബ്രേക്ക് ചെയ്തപ്പോഴാണ് എനിക്കൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് ക്യാച്ച് ചെയ്യാൻ സാധിച്ചത്. പിന്നീട് ഞാൻ അവിടെ ഒരു പുട്ട് ഓപ്ഷൻ വാങ്ങി ഒരു ഫൈനൽ ടാർഗറ്റ് ആക്കിയിട്ട് ഈ റേഞ്ച് വരെ പിടിച്ചു. അത് ഫൈനൽ ടാർഗറ്റ് കൃത്യമായിട്ട് അച്ചീവ് ചെയ്തതായിട്ട് കാണാൻ സാധിച്ചു. സോ ഈ ഒരു ട്രേഡായിരുന്നു ഇന്നലെ നിഫ്റ്റിയിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഈ നമ്മൾ ഓവറോൾ ഒരു സെൻറ്റിമെൻറ്റ് നോക്കാനുള്ളത്, ഞാൻ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുള്ള ബാങ്ക് നിഫ്റ്റിയുടെ ലെവലായിരുന്നു. ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ഒരു നെഗറ്റീവ് സെൻറ്റിമെൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നെഗറ്റീവ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റിൽ ഇന്നൊരു പാനിക് സെല്ലിംഗ് ആണ് സംഭവിച്ചിട്ടുള്ളത്. ആ ഒരു പാനിക് അവസാനിച്ചിട്ടില്ലെങ്കിൽ
സോ ഒരു ക്രൂഷ്യലായിട്ടുള്ളൊരു സപ്പോർട്ട് ലെവലാണിത്. ഈ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ നല്ലൊരു ഫാൾ നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഗിഫ്റ്റ് നിഫ്റ്റി നമുക്ക് കാണിച്ചു തരുന്നത് നാളെ ഒരു സ്ലൈറ്റ്ലി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് കാണിച്ചു തരുന്നത്. സോ ഗ്ലോബൽ മാർക്കറ്റിനനുസരിച്ച് നാളെ ഗിഫ്റ്റ് നിഫ്റ്റി നെഗറ്റീവായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലൊക്കെ നമുക്ക് നെഗറ്റീവ് ഓപ്പണിംഗ് കാണാൻ സാധിക്കേണ്ടതായിരിക്കും. സോ ആ ഒരു സമയത്ത് ഇപ്പം ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു പോയിന്റിലാണ് നിൽക്കുന്നത്. ഈ ഒരു സപ്പോർട്ട് ലെവൽ വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു പോയിന്റാണ്. അതുപോലെ തന്നെ നിഫ്റ്റി ഞാൻ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഈ സോണിൻ്റെ ലെവലിൽ തൊട്ട് താഴെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അതായത് ഈ സോണിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു ഓപ്പണിംഗ്, അതായത് ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ഇൻട്രാഡേ ലോ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ, നാളെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഒരു നല്ലൊരു ഫാൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. സോ ഓവറോൾ ഒരു സെറ്റപ്പ് ഇതാണ്, നമ്മുടെ വീക്ക്ലി സെറ്റപ്പാണിത്. ഈ സെറ്റപ്പ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. ഇനി നമ്മുടെ ഇൻട്രാഡേ ലെവൽസിന് ചെറിയ ചേഞ്ചസ് വരുത്താനുണ്ട്. സോ ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. സോ നമുക്ക് നാളത്തേക്ക് നോക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ്. സോ നിഫ്റ്റിയിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവൽ തന്നെയാണ് ഇത് എന്ന് പറയുന്നത്. ഇതൊരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ടാർഗറ്റ് ആക്കി വെക്കാം. അതുപോലെ തന്നെ ഇതൊരു ടാർഗറ്റ് ആക്കി വെക്കാം. ഈ ലെവൽ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കിതൊരു ടാർഗറ്റ് ആക്കിയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതൊരു ആക്ച്വലി ഒരു സോണാണ്. ഇതൊരു സോണാണ്. ഇത് ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ടാർഗറ്റ് എന്നുള്ള രീതിയിൽ ഇത് പിടിക്കാം. നെഗറ്റീവായിട്ടാണ് പോകുന്നതെങ്കിൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇത് ഒരു ടാർഗറ്റാണ്. അതുപോലെ തന്നെ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതും ഒരു ടാർഗറ്റാണ്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ടാർഗറ്റുകളൊന്നും സ്പ്ലിറ്റ് ചെയ്യുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. ഇത് ഫൈനൽ ടാർഗറ്റാണ് കേട്ടോ, ഫൈനൽ ടാർഗറ്റാണ്. സോ അതുപോലെ തന്നെ അഥവാ മാർക്കറ്റ് ഇനി മുകളിലോട്ട് കയറി പോവുകയാണെങ്കിൽ നമുക്ക് ഓക്കെ ഒരു ക്ലാരിറ്റി ഇല്ല. എന്നിരുന്നാലും നമുക്കിതൊരു ഈ ഒരു റേഞ്ച് ഒരു ടാർഗറ്റ് ലെവലാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പോൾ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഫൈനൽ ടാർഗറ്റ് എന്നുള്ള രീതിയിൽ നമുക്കിത് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് നാളത്തേക്ക് നിഫ്റ്റിയിൽ നോക്കാൻ ഉള്ള വളരെ പ്രധാനപ്പെട്ട ലെവൽസ് എന്ന് പറയുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ യാതൊരു സംശയമില്ലാത്തൊരു ലെവലാണ് ഈ റേഞ്ച് എന്ന് പറയുന്നത്. വളരെ സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. അപ്പോൾ മാർക്കറ്റ് നാളെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വെച്ച് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ലെവലിൻ്റെ മുകളിലോട്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഒന്ന് നമ്മൾ ഫോക്കസ് ചെയ്യണം. കാരണം വളരെ ശക്തമായിട്ടുള്ള ഫാളാണ്. നമുക്ക് ഇതിൻ്റെ ഈ ഒരു പോയിന്റിൽ ഒരു ടാർഗറ്റ് പിടിക്കാം. ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ടാർഗറ്റ് ആക്കി വെക്കാം. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്സുകൾ ഇതാണ്. അതുപോലെ തന്നെ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഇൻട്രാഡേ ലോ ഒരു സപ്പോർട്ട് ലെവലാണ്. ഓക്കെ, പ്രധാനമായിട്ടും ഈ ഒരു റേഞ്ചാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഒരു റിവേഴ്സൽ ട്രേഡ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഈ റേഞ്ച് വരെ നമുക്ക് കിട്ടും. പിന്നെ ഈ ലെവൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഒരു ടാർഗറ്റ്, അതുപോലെ തന്നെ ഇത് അടുത്തൊരു ടാർഗറ്റ് ആക്കി എടുക്കാം. ഓക്കെ, നമ്മുടെ ഓപ്ഷൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ 21,750 സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. 22,000 അടുത്തൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. 21,700 ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്കൊരു പരിധിവരെ ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സോ അത് എപ്പോഴും വേണമെങ്കിലും ചേഞ്ച് ആവുന്നതുമാണ്. ഓക്കെ, ഇനി ബാങ്ക് നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 46,000 എന്ന് പറയുന്ന ലെവലാണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് 45,500 കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. സോ നമുക്ക് അടുത്തൊരു സപ്പോർട്ട് വളരെ കുറവാണ്. ഞാൻ പറഞ്ഞല്ലോ ബാങ്ക് നിഫ്റ്റി ഓൾറെഡി വീക്കാണ്. 46,000 അതുപോലെ തന്നെ 45,500 വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. സോ ഒന്നും കൂടെ നിഫ്റ്റിയുടെ കാര്യത്തിൽ ചെറിയൊരു ക്ലാരിറ്റി കൊണ്ടുവരാനുണ്ട്. അടുത്ത നെക്സ്റ്റ് വീക്കിൽ എക്സ്പയറി നോക്കുകയാണെങ്കിൽ 22,000 ലെവൽ തന്നെയാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്. ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 22,000 ലെവൽ തന്നെയാണ്. സോ അത് 22,000 എന്ന് പറയുമ്പോൾ ഈ ഒരു ലെവലാണ്. ഓക്കെ, ഇന്ന് ആക്ച്വലി ഫാൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പോയിന്റ് തന്നെ. ഓക്കെ, അത് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. ഇവിടുന്ന് മാർക്കറ്റ് ഇപ്പം നാളെ മാർക്കറ്റ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടിയാലും ഈ റെസിസ്റ്റൻസിൽ എത്തുന്ന സമയത്ത് അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ,
സോ നമ്മുടെ FIDA ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. FIs ഇന്നലെ വളരെ ശക്തമായ സെല്ലിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് കണ്ടിന്യൂസ്ലി ബൈങ് ആയിരുന്നു. അതിനുശേഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിങ് വന്നിട്ടുണ്ട്. സോ സെല്ലിങ് വന്ന സമയത്ത് നമുക്ക് ചിന്തിക്കാമായിരുന്നു മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത്. ഇന്ന് അവർ 4933 കോടിയുടെ സെല്ലിങ്ങാണ് നടത്തിയിട്ടുള്ളത്. FIs നടത്തിയിട്ടുള്ളത്. DIs നടത്തിയിട്ടുള്ളത് 5500 കോടിയുടെ ബൈയിങ് ആണ് നടത്തിയിട്ടുള്ളത്. എന്നിരുന്നാലും FIസിൻ്റെ ഭാഗത്ത് നിന്ന് സെല്ലിംഗ് വരുന്ന സമയത്ത് കുറച്ചും കൂടെ ആ ഭാഗത്തേക്ക് മാർക്കറ്റ് പോകാനുള്ള ചാൻസസ് പലപ്പോഴും ഞാൻ പറയാറുണ്ട്. സോ FIs ഇനി പോസിറ്റീവിലേ വരുന്നുണ്ടോ നോക്കണം. സോ അതിനനുസരിച്ച് പൊസിഷൻ സൈസിങ് ചെയ്യുക, അതിനനുസരിച്ച് ട്രേഡ് പ്ലാൻ ചെയ്യുക. എന്തായാലും നമ്മുടെ ലെവൽസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതുകൊണ്ട് ലെവൽസ് നോട്ട് ചെയ്തിട്ട് നിങ്ങൾക്കും അനലൈസ് ചെയ്ത് നോക്കാവുന്നതാണ്. സോ നമ്മുടെ ലെവൽസ് എല്ലാ ദിവസവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാനുള്ളത്. നാളെ വീക്കിലി അനാലിസിസ് നമുക്ക് കാണാം. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.